സംസാരിക്കാൻ പോകുന്നത് ഇത്രയും നല്ല പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ബിസിനസ് കൂടി ചെയ്യാൻ പറ്റുമോ? കാരണം ഏതൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ആ ബിസിനസ്സിനകത്ത് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്. നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ നല്ല ബിസിനസ് ചെയ്യാൻ പറ്റും. ഉദാഹരണം, നല്ലൊരു ഹോട്ടൽ നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നല്ല കച്ചവടം നടക്കും. നല്ല ഒരു ഉദാഹരണം, ഒരു ബേക്കറി ആണ് അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടലാണ്, നല്ല റൂംസ് കൊടുക്കുകയാണ്, നല്ല സർവീസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടാവും, അവിടെ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. നല്ല തുണിക്കടയാണ്, നല്ല തുണിയാണ് കൊടുക്കുന്നത്, നല്ല റേറ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നല്ല കച്ചവടം ഉണ്ടാവും. ഇവിടെ ബ്ലൂ ലൈഫിലും നല്ല പ്രൊഡക്റ്റുകളാണ്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ എനിക്ക് ഗുണം കിട്ടുന്നുണ്ട്, പക്ഷെ ഇതിൽ കൂടി ഒരു വരുമാനം കൂടി ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ വലിയ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള അവസരമാണ് ബ്ലൂ ലൈഫ് നമ്മൾ മുന്നിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും തന്നെ ഇത് എന്താണെന്ന് ബിസിനസ് ആദ്യം മനസ്സിലാക്കണം. ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാവാതെ ഈ ബിസിനസ് എങ്ങനെ കാശ് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ബിസിനസ് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും അധികം ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിളാണ്. അത് തന്നെ ഞാൻ വീണ്ടും പുതിയ ആൾക്കാരോട് ചോദിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഏതാണ്? ഇന്ന് നിലവിൽ എറണാകുളത്തുള്ള ലുലു ആണ്. അതിന് വലുതായിട്ട് കേരളത്തിൽ പണിയുന്നുണ്ട് അല്ലെ? അത് പണ്ട് കഴിയുമ്പോൾ ഏതാവും? കേരളത്തിൽ ഏറ്റവും വലുത് ലുലുമോളാവും. ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലുതായിരിക്കും. എന്തായാലും കേരളത്തിൽ ഏറ്റവും വലുതാണ് അല്ലെ? ഈ ട്രിവാൻഡ്രം ലുലുമോൾ പണിയാനായിട്ട് ആരുടെയാണ് ലുലുമോൾ? യൂസുഫ് അലി സാർ അല്ലെ? യൂസുഫ് അലി സാറ് എത്ര ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്? 25 ലക്ഷം മുടക്കിയിട്ടുണ്ടാവും. 25 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടാവും അല്ലെ? എന്തിനു വേണ്ടിയിട്ട്? അവിടുത്തെ ബൾബിന് വേണ്ടി മാത്രം. മിനിമം ഒരു 50 കോടി മുടക്കിയിട്ടുണ്ടാവും മിനിമം. അവിടെ സ്ഥലത്തിന് എന്തെങ്കിലും സാറിന് അറിയാം, സാറിന് വീട് തൊട്ടടുത്താണ്. അത്രയും സ്ഥലം മേടിക്കണമെങ്കിൽ 50 കോടിക്ക് കിട്ടുമായിരിക്കും. ഒരു 20 കോടി 10 കോടി 20 കോടിക്ക് മേടിച്ചിട്ടുണ്ടാവും. അവിടെ ബിൽഡിംഗ് പണിത് മൊത്തം ഫർണിഷ് ചെയ്ത് ടൈൽസ് അടിച്ചു, ഇലക്ട്രിക്കൽ പ്ലംബിങ് എല്ലാ വർക്കും ചെയ്ത് കഴിഞ്ഞപ്പോൾ 50 കോടി വെച്ചോളൂ. അതിൽ കൂടുതലായിട്ടുണ്ടാവും, പക്ഷെ 50 കോടി പുള്ളിക്ക് എല്ലാവരും നമ്മൾ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടാവും. സ്ഥലം ചിലപ്പോൾ സർക്കാരിൻ്റെ ഇതിന് നിസാരം ഇട്ടിട്ടുണ്ടാവും. 50 കോടി എന്തായാലും ചിലവായിട്ടുണ്ടാവും, ഉറപ്പല്ലേ? എല്ലാം കൂടി അത്രയും വെച്ചോളൂ, കുഴപ്പമില്ല. അപ്പൊ ഈ പറയുന്ന 50 കോടി മുടക്കിയിട്ട് ഉദാഹരണം എറണാകുളം ലുലുമോളിലെ എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടുത്തെ ഓപ്പറേഷൻസിന്റെ അത്യാവശ്യം വലിയ പോസ്റ്റാണ്. അവൻ പറയാറുണ്ട് ഒരു ദിവസം ആവറേജ് അവിടെ ലുലുമോളിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ ചിലവാകുന്നത് കച്ചവടം നടന്നത് ഒരു 10 to 20 lakhs ആണ് ഒരു ദിവസം. ആവറേജ് സാധാരണ ദിവസം ശനി ഞായറൊക്കെ ആകുമ്പോൾ 50 ലക്ഷം 65 ലക്ഷം 75 ലക്ഷം വരെ പോകാറുണ്ട്. സാധാരണ ഒരു 20 lakh rupees കച്ചവടമാണ് ഡെയിലി നടക്കുന്നത്. ഒരു മാസത്തിൽ എത്രയായി? 6 കോടിയുടെ കച്ചവടം ലുലുമോളിന്റെ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതിനകത്ത് മാത്രം 6 കോടി കച്ചവടം സാധാരണ ദിവസം നടക്കുന്നത് ഒരു മാസം. ഇന്നത്തെ പ്രോഫിറ്റ് എത്ര ഉണ്ടാവും? എല്ലാ ചെലവ് ഏതൊരു ബിസിനസ്സിനും മിനിമം ഒരു 10% പ്രോഫിറ്റ് വേണ്ടേ? ഒരു 10% എത്രയായി? ഒരു മാസം 60 ലക്ഷം രൂപ പ്രോഫിറ്റായി ഒരു മാസം. ഇന്ന് കേരളത്തില് ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കുന്ന ലാഭമാണ് ആവറേജ്. ചിലപ്പോൾ ഇതിന് കൂടുതൽ ഉണ്ടാവുന്നുണ്ടോ? കാരണം ഈ 6 കോടി എന്നുള്ളത് 10 കോടി 20 കോടി ആയാൽ അതിന് കൂടുതൽ വരുമാനം ഉണ്ടാകും. അപ്പൊ ഈ പറയുന്ന ഒരു കണക്കാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കുന്ന വരുമാനം. ഇനി ഇതിലും വലിയ ബിസിനസ് കേരളത്തിലുണ്ടോ? കേരളത്തിൽ ഇതിന് വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ? പുതിയ ആൾക്കാരാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തില് ലുലുമോൾ, ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊച്ചി, ഇതിലും വലിയ ഒരു ബിസിനസ് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്ന സ്ഥാപനം ഉണ്ടോ? ഉണ്ട്. ഏതാണ്? ആമസോൺ. ഒരു മാസം ഏകദേശം 120 കോടി ടേൺ ഓവറാണ് ഇവർക്ക് കേരളത്തിലുള്ളത്. ഒരു മാസം 120 കോടി ടേൺ ഓവർ ആവറേജ്. 120 കോടി താഴെ ഇവിടെയാണ് അല്ലെ? 120 കോടി പെർ മന്ത്.
ഇതാണ് ഇവരുടെ ആവറേജ് ടേൺ ഓവർ. ഈ 120 കോടി ടേൺ ഓവർ ഉണ്ടാക്കാനായിട്ട് ആമസോണിന്റെ തിരുവനന്തപുരത്ത് എത്ര കടകളുണ്ട്? ആമസോണിന്റെ കടയുണ്ടോ? എവിടെയെങ്കിലും ഷോപ്പ് ഉണ്ടോ? എനിക്കൊരു ആമസോണിന്റെ ഷർട്ട് മേടിക്കണം അല്ലെങ്കിൽ ആമസോണിന്റെ ഒരു ഷൂ മേടിക്കണം, കടയിൽ പോയി മേടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവർക്ക് കടയില്ല. അതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് ഇൻവെസ്റ്റ്മെന്റ് എത്രയുണ്ട്? സീറോ ഉണ്ട്. കാരണം ഇവിടെ ഒരു കട പോലും വർക്കില്ല, ഒരു സ്റ്റാഫ് ഇല്ല, ഒന്നുമില്ല. ഉള്ളതെല്ലാം തേർഡ് പാർട്ടി ഔട്ട്സോഴ്സ് ചെയ്തത് വീട്ടിലേക്ക് എത്തിക്കാനുള്ള സാധനങ്ങളാണ്. കൊറിയർ ഉള്ളത് വീട്ടിലെത്തിക്കും. അതിന് അവർക്ക് ഒരു 30-40 രൂപ കൊറിയർ ചാർജ് കിട്ടും. അപ്പൊ അവര് സീറോ ഇൻവെസ്റ്റ്മെന്റിലാണ് കേരളത്തില് 120 കോടി രൂപ മാസം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പ്രോഫിറ്റ് എത്ര ഉണ്ടാവും? മിനിമം ഒരു 10% ഉണ്ടാവില്ല. എത്രയായി? 12 കോടി വരുമാനം. എത്ര രൂപ മുടക്കിയിട്ട്? ഏതാണ് നല്ല ബിസിനസ്? നിങ്ങൾ പറയൂ. ഇത്രയും കാശ് മുടക്കിയിട്ട് ഞാൻ 60 ലക്ഷം ഉണ്ടാക്കണോ, അതോ ഇത്രയും കാശ് മുടക്കിയിട്ട് 12 കോടി ഉണ്ടാക്കണോ? നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് ചെയ്യും? കുറെ കാശ് മുടക്കിയിട്ട് ബിസിനസ് തുടങ്ങണോ, അതോ കാശ് തുടങ്ങാതെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കയ്യിലുണ്ടെങ്കിൽ ഏതാണ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക? തീർച്ചയായിട്ടും ഇതാണ് കൂടുതൽ ആഗ്രഹമുണ്ടാവാൻ വേണ്ടി. കാശ് മുടക്കില്ലാണ്ട് ഇത്രയും കാശ് കിട്ടും. ഇവിടെ ഇത്രയും മുടക്കിയിട്ട് ഇത്രയും കിട്ടും. ഇനി ഉദാഹരണം, കേരളത്തിൽ ഇപ്പം എറണാകുളത്ത് ലുലു മോള് വന്നു. നാളെ അതിലും വലിയ മോളോടെ പണിയുന്നുണ്ട് മാരട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഫോറം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ വലിയ ടീം. ആ മോള് വരുമ്പോൾ ലുലു മോളെ ചിലപ്പോൾ കുറയില്ലേ? കോമ്പറ്റീഷൻ വന്നു, തിരക്കോടെ എന്തായാലും കുറയും. പക്ഷെ ഇവിടെ നമുക്ക് എത്ര കോമ്പറ്റീഷൻ വന്നാലും നമുക്കൊരു നഷ്ടമില്ല. കാരണം നമ്മളെന്താണ്, പണം മുടക്കിയിട്ടില്ല. ഇതുപോലത്തെ ഒരു ബിസിനസ്സാണ് ഇന്ന് ആമസോൺ മാത്രമല്ല, ഇതുപോലത്തെ വേറെ പല ബിസിനസ്സുകളുണ്ട്. കുറച്ച് എക്സാമ്പിൾ മാത്രം പറഞ്ഞുതരാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതായത് പൈസ മുടക്കാതെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് നമ്മുടെ നാട്ടിൽ പൈസ മുടക്കി ലക്ഷങ്ങൾ കോടികൾ മുടക്കി ചെയ്യുന്ന ആൾക്കാരിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന കുറച്ച് സ്ഥാപനങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഓയോ റൂംസ് കണ്ടിട്ടുണ്ടോ? ബോർഡ്, ഒരു റൗണ്ട് ബോർഡ് ചുവപ്പ് കളറിൽ ഇങ്ങനെ ഓയോ എഴുതിയിട്ടുണ്ടാവും. മിക്ക ഹോട്ടലുകളുടെ ഫ്രണ്ടിൽ ഈ ബോർഡ് ഉണ്ടാവും. ട്രിവാൻഡ്രത്ത് ഇഷ്ടം പോലെ ഹോട്ടലുണ്ട്. അടുത്തത് നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും, ഇല്ലേ? ട്രിവാൻഡ്രത്ത് സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ ഉണ്ടോ? അവിടെ ഉണ്ട്. അടുത്തത് ട്രിവാൻഡ്രത്തില്ലേ ഓല, ഊബർ. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഉദാഹരണം, ഓയോ റൂംസ് എന്താണ് ചെയ്യുന്നത്? ഹോട്ടൽ റൂംസ് കൊടുക്കുന്ന ഒരു ടീമാണ്. ഇവർക്ക് ഇന്ന് 7500 കോടിയുടെ ആസ്തിയാണ് ഉള്ളത്. ഈ കമ്പനിയുടെ മുതലാളി 32 വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ്. 26 വയസ്സുള്ളപ്പോഴാണ് ഈ ബിസിനസ് തുടങ്ങിയത്. 6 വർഷം കൊണ്ട് 7500 കോടി ഉണ്ടാക്കി. ട്രിവാൻഡ്രത്തുള്ള ഏറ്റവും വലിയ ഹോട്ടൽ ഏതാണ്? ഏറ്റവും വലിയ ഹോട്ടൽ കോളം ലീലയാണോ? ഇപ്പൊ അത് RP ഗ്രൂപ്പ് മേടിച്ചു. ഹാസിൻത്. ഹാസിൻതാണ് ഏറ്റവും ഏതാണ് അതിന്റെ പേര്? താജ് വിവാന്ത. ഓക്കെ, അതാണ് ട്രിവാൻഡ്രത്തുള്ള ഏറ്റവും വലിയ ഹോട്ടൽ. അവർക്ക് 7500 കോടി ആസ്തി ഉണ്ടോ? ഞാൻ പറയുന്നത് താജ് ഗ്രൂപ്പിലല്ല പറയുന്നത്. താജ് ഇവിടുത്തെ വഴുതക്കാടിലുള്ള താജ് വിവാന്ത എന്ന് പറഞ്ഞ ഹോട്ടലിൽ 7500 കോടിയുടെ ആസ്തി ഉണ്ടോ? ഇല്ല. അവർക്ക് ഇന്ന് എത്ര കാശ് മുടക്കിയിട്ടാണ് ആ ഹോട്ടൽ നടത്തുന്നത് അല്ലെങ്കിൽ തുടങ്ങിയത്? അതിന്റെ 100-1 പോട്ടെ, അതിന്റെ 0.001% പോലും ഓയോ റൂംസ് മുടക്കിയിട്ടില്ല. പക്ഷെ 7500 കോടി 6 വർഷം കൊണ്ട് ഉണ്ടാക്കി. അടുത്തത് സ്വിഗ്ഗി. ട്രിവാൻഡ്രത്തുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ഹോട്ടൽ ഏതാ സാറേ? ഭക്ഷണം, നല്ല ഭക്ഷണം കഴിക്കുന്ന ഏറ്റവും നല്ല ഹോട്ടൽ എംപയർ ഉണ്ടാവും. ബാംഗ്ലൂർ എംപയർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. അവർക്ക് ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്. കൊച്ചിയിൽ ഒരു വെജിറ്റേറിയൻ ആണെങ്കിൽ ബൃന്ദാവൻ എന്ന് പറയുന്ന ഹോട്ടലുണ്ട്. നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഗ്രാൻഡ് എന്ന് പറയുന്ന ഹോട്ടലുണ്ട്. അത് ട്രിവാൻഡ്രത്ത് ഉണ്ടാവും. എന്തായാലും 2 ഹോട്ടൽ ഉണ്ടാവും. ചെയ്യുന്നില്ല. സിംഗിൾ ഹോട്ടൽ, നല്ല ഹോട്ടൽ. ഉദാഹരണം, ഒരു ബേക്കറി എനിക്കറിയാം, അംബ്രോസിയ എന്ന് പറഞ്ഞ ബേക്കറി. കുറെ കേട്ടിട്ടുണ്ട്, പണ്ടേ ഒരുപാട് സാധനം മേടിക്കാറുണ്ടായി. അപ്പം ഉദാഹരണം, ട്രിവാൻഡ്രത്തുള്ളൊരു ഹോട്ടൽ, അവര് ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് ഒരു ഹോട്ടൽ തുടങ്ങി. അവർ ആ ഹോട്ടൽ നടത്തി മുന്നോട്ട് പോവാണ്. അവര് സ്വിഗ്ഗി ആയിട്ട് സൊമാറ്റോ ആയിട്ട് ടൈപ്പ് ചെയ്യും. എന്തിനാണ്? എൻ്റെ ഉദാഹരണം, ഞാനൊരു ഹോട്ടൽ നടത്തുന്ന വ്യക്തിയാണ്. ഞാൻ എൻ്റെ ഹോട്ടലിലെ ഭക്ഷണം സ്വിഗ്ഗി വഴി കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കും. കസ്റ്റമർ എന്ത് ചെയ്യും? സ്വിഗ്ഗിയിൽ പോയി എൻ്റെ ഹോട്ടലിലെ ഭക്ഷണം ഓർഡർ ചെയ്യും. ഞാൻ ഭക്ഷണം ഉണ്ടാക്കും, എല്ലാം റെഡിയാക്കി വെക്കും. സ്വിഗ്ഗിയിൽ ഈ സാധനം ഉണ്ട് നമ്മൾ കാണിക്കും. കസ്റ്റമർ ഓർഡർ ചെയ്തു, 100 രൂപയുടെ ബില്ലായി. 100 രൂപയ്ക്ക് ഞാൻ കസ്റ്റമറിൽ നിന്ന് മേടിച്ചു.
ഭക്ഷണം കസ്റ്റമറിന് കൊണ്ടുപോയി സ്വിഗ്ഗിക്കാരൻ കൊണ്ടുപോയി കൊടുത്തു. ഈ 100 രൂപയില് 24 രൂപ ചെറിയ കണക്കെഴുതാം. 100 രൂപയുടെ കച്ചവടം നടന്നു. ടോട്ടൽ ബില്ല് ഹോട്ടലിൽ 24 രൂപ ആര് കൊണ്ടുപോകും? സ്വിഗ്ഗിക്കാരൻ കൊണ്ടുപോകും. ബാക്കി എത്രയുണ്ട്? 76 രൂപ. ഈ 76 രൂപ ഹോട്ടലുകാരന് കിട്ടും. ഇതിനകത്ത് ഇയാൾ എന്തൊക്കെ ചെയ്യും? ഏറ്റവും ആദ്യം തന്നെ ഫുഡിന്റെ കോസ്റ്റ്, അത് ഭക്ഷണം ഉണ്ടാക്കി വെക്കണം. അതിനുവേണ്ടി ഇപ്പൊ ചിക്കൻ ബിരിയാണി വേണ്ടി ചിക്കൻ മേടിച്ച് വെക്കണം, അരി മേടിച്ച് വെക്കണം, ഗ്യാസ്, സ്റ്റൗ എല്ലാം എന്തായി, സ്റ്റാഫിന്റെ ശമ്പളം, റെന്റ്, ഇലക്ട്രിസിറ്റി, വെള്ളം, മെയിൻ്റനൻസ്, ഇങ്ങനെ കുറെ ചെലവുകളുണ്ട്. ഇതെല്ലാം എവിടെ എടുക്കണം? ഈ 76 രൂപ എടുക്കണം. 24 രൂപ സ്വിഗ്ഗി എടുത്തു. ഇവർക്ക് ഈ 24 രൂപ എന്തൊക്കെയാണ് ചെലവുള്ളത്? സ്വിഗ്ഗിക്ക് ഭക്ഷണം ഉണ്ടാക്കി വെക്കണോ? വേണ്ട. സ്വിഗ്ഗിക്ക് സ്റ്റാഫ് ഉണ്ടോ? ഉണ്ട്. പിള്ളേർ ഫുഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഡെലിവറി ചാർജ് ഉണ്ട് അല്ലെ? ഇനി ഡെലിവറി ചാർജ് എങ്ങനെയാണ്? ദൂരം കൂടുന്ന ഡെലിവറി ചാർജ് കൂടും. ഞാൻ ഓർഡർ ചെയ്ത ഭക്ഷണം ഒരു 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോട്ടലിൽ നിന്നാണെങ്കിൽ ഞാൻ 40 രൂപ ഡെലിവറി ചാർജ് കൊടുക്കണം. ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ 20 രൂപ കൊടുക്കണം. തൊട്ടടുത്താണെങ്കിൽ നമുക്ക് 10 രൂപ കൊടുക്കേണ്ട ആവശ്യം വരില്ല. പക്ഷെ ഈ 24 രൂപയില് ചിലപ്പോൾ 4 രൂപ എന്തിനു പോകും? ആ സ്റ്റാഫ് ആ ബൈക്കിൽ നടന്ന കൊച്ചിന്റെ ഒരു സാലറി ആയിട്ട് വെച്ചോളൂ. ബാക്കി എത്രയുണ്ട്? 20. കറണ്ട് കാശ് സ്വിഗ്ഗിക്ക് ഉണ്ടോ? വെള്ളത്തിന്റെ കാശ് ഉണ്ടോ? മെയിൻ്റനൻസ് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഈ 20 രൂപ അവർക്ക് എന്താണ്? പ്രോഫിറ്റ് ആണ്. ഈ സ്വിഗ്ഗിക്ക് ആദ്യമുള്ളത് ഒരു ആപ്പ് ഉണ്ട്, പിന്നെ ഒരു കസ്റ്റമർ കെയർ ഉണ്ടാവും. നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഫോണിൽ സംസാരിക്കുന്ന കുറച്ച് പിള്ളേർ, അത് ഇരിക്കുന്നത് ഡൽഹിയിൽ ഒരു 50 പിള്ളേരായിരിക്കും, ചിലപ്പോൾ 100 പിള്ളേരായിരിക്കും. അത്രയേ ഉള്ളൂ സ്വിഗ്ഗിയുടെ ഇൻവെസ്റ്റ്മെന്റ്. ഈ 20 രൂപയിൽ 10 രൂപ അതിനു വേണ്ടി ചെലവായെന്ന് വിചാരിക്കാം. ബാക്കി എത്രയുണ്ട്? ഓരോ 100 രൂപയിൽ 10 രൂപ സ്വിഗ്ഗിക്ക് ലാഭമുണ്ട്, അതായത് 10%. പക്ഷെ ഈ 10% ലാഭം കിട്ടാനായിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? ഈ ഹോട്ടലുകാരൻ ഈ 100 രൂപയുടെ കച്ചവടം നടന്നപ്പോൾ 76 രൂപ കിട്ടി. ഈ 76 രൂപ കിട്ടാനായിട്ട് ഇയാൾ എത്ര കാശ് മുടക്കിയിട്ടുണ്ടാവും? കിച്ചൺ സെറ്റ് ചെയ്യണം അല്ലെ, സ്റ്റാഫിന് വെക്കണം, ഫുഡ് എല്ലാം റെഡിയാക്കി വെക്കണം. ഈ 100 ബിരിയാണി ഉണ്ടാക്കി വെച്ചു, 10 വിറ്റ് പോയി, 90 വിറ്റ് പോയില്ല. നഷ്ടം സഹിക്കണം, ഹോട്ടലുകാർ സഹിക്കണം. സ്വിഗ്ഗിക്ക് അവിടെ ഒരു നഷ്ടമില്ല. ഓല, ഊബർ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ടാക്സി ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. പക്ഷെ സ്വന്തമായിട്ട് അവർക്ക് ഒരു ടാക്സി പോലും ഇല്ല. എറണാകുളത്ത് ഒരു ടീമുണ്ട്, ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ ടീം, ടാക്സി ബിസിനസ് ചെയ്യുന്ന ടീമാണ്. അവർക്ക് ഏകദേശം 260 250 മേളിൽ ടാക്സികളുണ്ട് എറണാകുളത്ത്. അവരുടെ എല്ലാ വണ്ടി നമ്പറും ലാസ്റ്റ് 00 ആയിരിക്കും. അതായത് 1100, 1200, 1500, 3100. ഇതുപോലെ 00 നമ്പർ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ ബോർഡ് അല്ലെങ്കിൽ സ്റ്റിക്കർ ബാക്കിൽ ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോളൂ. ഇന്ന് ഇവരുടെ കേരളത്തിലെ ഏറ്റവും വലിയ ടീം അവരാണ്. 250 ടാക്സിയാണ് അവർക്കുള്ളത് മിനിമം. എല്ലാ ഹൈ എൻഡ് പ്രീമിയം വണ്ടികളും. എത്ര കാശ് മുടക്കിയിട്ടുണ്ടാവും ആ വണ്ടികളെല്ലാം അവരോട് വെക്കാനായിട്ട്? നല്ല കാശ് മുടക്കിയിട്ടുണ്ട്. അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നു? വണ്ടി ഓട്ടം വരുമ്പോൾ വിടുന്നു. ചിലപ്പോൾ ശബരിമലയ്ക്കായിരിക്കും, ചിലപ്പോൾ കല്യാണത്തിനായിരിക്കും, ചിലപ്പോൾ മരണത്തിനായിരിക്കും, ചിലപ്പോൾ ഓഫീസ് ട്രിപ്പിനായിരിക്കും, എന്തിനായിട്ട് ഓട്ടത്തിന് വേണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഊബർ, ഓല സ്വന്തമായിട്ട് ഒരു ടാക്സി പോലും മേടിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഓല മാത്രം ചെയ്യുന്നത് ഇന്ത്യയിൽ ഏകദേശം 6 ലക്ഷം വ്യക്തികളാണ് ഓല ടാക്സി ഓടിക്കുന്നത്. 6 ലക്ഷം വ്യക്തികളാണ് ഓലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ടാക്സി ഓടിക്കാനായിട്ട്. ഈ 6 ലക്ഷം വ്യക്തികൾ വണ്ടി ഓടിക്കുമ്പോൾ, ഉദാഹരണം 100 രൂപയ്ക്ക് ഓടിച്ചപ്പോൾ 80 രൂപ ഇവർക്ക് കിട്ടും, 20 രൂപ ഓല കമ്പനിക്ക് പോകും. ഇവിടെയും അതേ ചോദ്യം. ഈ 80 രൂപയിൽ ഇവർക്ക് എന്തൊക്കെ ചെലവുണ്ട്? EMI, പെട്രോള്, മെയിൻ്റനൻസ്, ടാക്സ്, ഇൻഷുറൻസ്, ഫൈന്, ആക്സിഡന്റ്, എന്ത് സംഭവിച്ചാലും ഇതെല്ലാം ഈ 80 രൂപ ആരെടുക്കണം? ഈ ഡ്രൈവർ 6 ലക്ഷം വ്യക്തികൾ എടുക്കണം. ഈ 20 രൂപ ആർക്ക് പോകും? ഓല കമ്പനിക്ക് പോകും. ഇവർക്ക് എന്താണ് ചെലവ്? ഒരു ആപ്പ് ഉണ്ട്, ഒരു സ്റ്റാഫ് ഉണ്ടാവും, എന്തിന്? കസ്റ്റമർ സപ്പോർട്ട്. ഈ 2 കാര്യങ്ങളാണ് ഇവർക്ക് ചെലവ്. ഈ 20 രൂപ 10 രൂപ ചെലവായി, ബാക്കി 10 രൂപ കിട്ടും. എന്തിനു വേണ്ടിയിട്ട്? ഓല കമ്പനിക്ക് പ്രോഫിറ്റ് ആയിട്ട്. ഈ 100 രൂപ നടന്നപ്പോൾ 10 രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. ഈ 6 ലക്ഷം വ്യക്തികൾ ഒരു ദിവസം 1000 രൂപയുടെ വണ്ടി ഓടിച്ചപ്പോൾ 6 ലക്ഷം വ്യക്തിയിൽ നിന്ന് എത്ര വെച്ച് കിട്ടി? 100 രൂപ വെച്ച് കിട്ടി.
കാരണം 100 രൂപയ്ക്ക് ഓടുമ്പോൾ 10 രൂപ കിട്ടും. 1000 രൂപ 10 രൂപ കിട്ടി, 100 രൂപ കിട്ടി. 6 ലക്ഷം ഇൻറ്റു 100 എത്രയായി? ഡെയിലി 6 കോടി രൂപ വരുമാനം ഡെയിലി ഓല കമ്പനി ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഈ ഓല എന്ന് പറയുന്ന കമ്പനി ഇന്ന് 4000 കോടിയുടെ ആസ്തി ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. സ്വന്തം ഞാൻ എൻ്റെ പൈസ മുടക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് അല്ല ബിസിനസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കൂടെ കുറെ ആൾക്കാരെ ഈ ബിസിനസ്സിൽ എൻ്റെ കൂടെ കൊണ്ടുവരും. ഈ ഓല ഓടിക്കുന്ന ഡ്രൈവർമാർ 1000 രൂപയ്ക്ക് ഓടിച്ചു, ഇവർക്ക് എത്ര കിട്ടി? 1000 രൂപയ്ക്ക് ഓടിച്ചപ്പോൾ 800 രൂപ കിട്ടും. അവരെന്തിനാ ഓടിച്ചത്? ആ 800 രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓടിച്ചത്. അല്ലാണ്ട് ഓല കമ്പനിക്ക് 4000 കോടിയുടെ ആസ്തി ഉണ്ടാക്കി കൊടുക്കണം, അതിനുവേണ്ടി അവർ രാവും പകലും പണിയെടുക്കാൻ പോകണമെന്ന് പറയോ? ഇല്ല. അവർ പണിയെടുക്കുന്നതിനാണ്. ഇവർക്ക് ടാക്സി സ്റ്റാൻഡിൽ കിടന്ന ഓട്ടം കിട്ടുന്നുണ്ടാവില്ല, ചിലപ്പോൾ 100, 200, 500 കിട്ടുന്നുണ്ടാവും. പക്ഷെ ഒലയിൽ രജിസ്റ്റർ എന്തായി? ടാക്സി സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടോ ഇല്ല, ആ സമയത്ത് ഒല അടിക്കും. ഓക്കെ, എന്താ പോയിട്ട് വരാം. പണിയാണ് കിട്ടുന്നത്. ആ ജോലി ആ ഒരു പണി കിട്ടാനായിട്ട് ഇവരെന്ത് ചെയ്തു? ഒലയിൽ രജിസ്റ്റർ ചെയ്തു. ഒല കമ്പനി അങ്ങനെ ഇവരുടെ സമയം, ഇവരുടെ എഫർട്ട്, ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്? ആ വണ്ടി ഇവർ മേടിച്ചു വെച്ചു. ചിലപ്പോൾ വാടകയ്ക്കായിരിക്കും, ഇവർ മേടിച്ചു വെച്ചായിരിക്കും. ഇവർ വണ്ടിയിൽ പെട്രോൾ ഒഴിച്ചു, ഇവർ വണ്ടി ഓടിച്ച് പണിയെടുത്തു. ഈ കാര്യങ്ങൾ എല്ലാം ഉപയോഗിച്ചത് ആ വ്യക്തി ഉപയോഗിച്ചു, കൂടെ ഓല അല്ലെങ്കിൽ ഊബർ എന്ന് പറയുന്ന കമ്പനി ഉപയോഗിച്ചു. ഓല ഊബർ ഉപയോഗിക്കുന്ന എത്ര ആളുകളാണ്? ഒരാളുടെ മാത്രമാണോ? ഇന്ന് ഏകദേശം 6 ലക്ഷം വ്യക്തികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ 2-3 ലക്ഷം വ്യക്തികൾ വണ്ടി ഓടിക്കുന്നുണ്ടാവും. ഈ 2-3 ലക്ഷം വ്യക്തികൾ 1 മണിക്കൂർ ഓടിച്ചാൽ എത്ര കിട്ടും സാറേ? 1 മണിക്കൂർ ഓടിച്ചു എന്ന് വിചാരിക്കാം, 100 രൂപയുടെ ഓട്ടോ ഓടിയെന്ന് വിചാരിക്കാം. ഈ 2 ലക്ഷം വ്യക്തികൾ 100 രൂപ ഓട്ടോ എത്ര രൂപ കിട്ടും? ലാഭം 10 രൂപ. ഒരു 2 ലക്ഷം വ്യക്തി ഓടിച്ചപ്പോൾ എത്രയായി? 20 ലക്ഷം രൂപ ഡെയിലി. ഒരു ഓട്ടോ ഓടിയാൽ തന്നെ ആർക്ക് കിട്ടും? ഓല കമ്പനി കിട്ടും. ഇതുപോലെയൊക്കെയാണ് ഈ കമ്പനികൾ. സ്വിഗ്ഗി എന്ന് പറയുന്ന കമ്പനി ഏകദേശം 1500 കോടി, ഓയോ റൂംസ് 7500 കോടി, ഓല ടാക്സി 4000 കോടി. ഇതുപോലെയൊക്കെയാണ് ഇവർ വരുമാനം ഉണ്ടാക്കി പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് ബിസിനസ് ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ പോലെയാണ് ചെയ്യേണ്ടത്. അതായത് ഞാൻ ഒറ്റയ്ക്കല്ല പണിയെടുക്കേണ്ടത്, ഞാൻ ഒറ്റയ്ക്കല്ല ഒരു ബിസിനസ് ചെയ്യേണ്ടത്. ഒരു ടീം ഉണ്ടാക്കുക. ആ ടീമിലുള്ള പല വ്യക്തികളും അവരുടെ പണി ചെയ്യുമ്പോൾ അവർക്ക് വരുമാനം കിട്ടും, കൂടെ എനിക്കും കിട്ടും. ഇത് തന്നെയല്ലേ ഏതൊരു കമ്പനിയിലും ചെയ്യുന്ന കാര്യം. ഉദാഹരണം, ഇന്ന് നമ്മുടെ മുകേഷ് അംബാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ. അദ്ദേഹം ഒറ്റയ്ക്കാണോ എല്ലാ പണിയും ചെയ്യുന്നത്? അദ്ദേഹമാണ് ഇവിടെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് റീചാർജ് ചെയ്ത് കൊണ്ടു. ആരെങ്കിലും പോയിട്ടുണ്ടോ നിങ്ങൾ?